അപ്പോൾ ഇന്ന് ചൈനീസ് കോളർ എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. ഇതേപോലെ ക്യാൻവാസ് മടക്കിയെടുക്കുക. അതിനുശേഷം ഇവിടെ അടിയിലൊരു സ്ട്രൈറ്റ് ലൈൻ ഇടുക. എന്നിട്ട് നമുക്ക് കോളർ എത്ര വേണ്ടെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ കഴുത്ത് വണ്ണം ചിത്രത്തിൽ കാണിക്കുന്ന പോലെ എടുക്കുക. എന്നിട്ട് അത് കൂടെ 1 ഇഞ്ച് കൂടുതൽ വയ്ക്കുക, അല്ലെങ്കിൽ ഒരു വിരൽ വെച്ചിട്ട് അളവെടുത്താലും മതി. അപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്ക് വേണ്ടത് 16 ഇഞ്ചാണ്. അപ്പോൾ 16 ഇഞ്ചിൻ്റെ പകുതി 8 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ബൈൻഡ് ഒരു 3/4 ഇഞ്ച് വേണം, അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഇതേപോലെ മടക്കിയിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ കോളർ വയ്ക്കുന്നത് എത്ര വീതിയാണ് അതിനനുസരിച്ചിട്ട് ഇതിൽ 1 ഇഞ്ച് ഒരു പോയിൻറ്റും വയ്ക്കാം. കുറച്ച് വലിയ കോളർ ആയതുകൊണ്ട് 1 ഇഞ്ച് ഒരു പോയിൻറ്റും വയ്ക്കാം. ഇവിടെ അതേപോലെ ആ 1 ഇഞ്ച് ഒരു പോയിൻറ്റും മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുവരെ അതും വരയ്ക്കുക. ഇവിടെ വന്നിട്ട് 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതായത് 1 ഇഞ്ച് ഒരു പോയിൻറ്റും വയ്ക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമുക്ക് നേരെ സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക. ഇവിടെ നിന്ന് ഒരല്പം ഇതുപോലെ വരച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ വീതി എത്രയാണ് വെച്ചത് ആ 1 ഇഞ്ച് ഒരു പോയിൻറ്റും ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ഈ സ്കെയിൽ വെച്ച് വരയ്ക്കുക. അതിനുശേഷം ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ വരയ്ക്കുക. ഇനി നമുക്ക് 1 ഇഞ്ച് ഒരു പോയിൻറ്റും മാർക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും വരയ്ക്കുക. ഇതുപോലെ വരയ്ക്കുക. അതിനുശേഷം ഇവിടുന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു ഷേപ്പ് കൊടുക്കാം. ഇതേപോലെ ഒരു ഷേപ്പ് കൊടുക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ പിന്നടിക്കുക. എന്നിട്ടിത് കട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെയാണ് കോളർ വരിക.